ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 16. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോ അന്ധാ സ്ത്വനയോസ്തത്വദർശിഭി. ഭഗവാൻ പറയുന്നു, ഭൗതിക ശരീരം ഓരോ നിമിഷവും മാറുന്നു. ലോകവും അങ്ങനെ തന്നെയാണ്. ലോകവും മാറുന്നുണ്ടല്ലോ. ഒരു 20 വർഷം മുമ്പുണ്ടായിരുന്ന ലോകമാണോ ഇപ്പോൾ? അല്ല, മാറ്റം വരുന്നുണ്ട്. ശരീരം അനുനിമിഷം മാറി മാറി ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യാദികളിലൂടെ കടന്ന് അവസാനം നശിക്കുന്നു ശരീരം. എന്നാൽ ഓർമ്മ വച്ച അന്ന് മുതൽ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ മാറ്റമില്ലാത്ത ഒരു ബോധം നിങ്ങളിലുണ്ട്. അതിനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് ആത്മാവ്. അതിന് വാർദ്ധക്യം, യൗവനം ഒന്നും ബാധിക്കുന്നില്ല. അത് എപ്പോഴും വളരെ യൗവനയുക്തനായിട്ട് വളരെ പവർഫുള്ളായിട്ടായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്നത്. അത് നിങ്ങൾ അറിയുന്നത് മനസ്സ് എന്ന അവസ്ഥയിലൂടെയാണ്. ഈ മനസ്സ് എന്നത് എന്താണെന്ന് എൻ്റെ ഗുരു പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ, അലയിളകുന്ന ആത്മാവിൻ്റെ അവസ്ഥയാണ് മനസ്സ്. ഈ ആത്മാവിൻ്റെ അല അടങ്ങിക്കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ അല അടങ്ങിക്കഴിഞ്ഞാൽ ഈ മനസ്സ് ആത്മാവായിട്ടും മാറും. അലയിളകുന്ന ആത്മാവാണ് മനസ്സ്. അലയടങ്ങിയ മനസ്സാണ് ആത്മാവ്. ഇതാണ് ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ മനസ്സിലാണ് ഇരിക്കുന്നത്. നമ്മൾ ശരിക്കും ആത്മാവാണ്. എൻ്റെ ഗുരു ഇതിനെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമുക്ക് ഒരു വലിയ മനസ്സും ഒരു ചെറിയ മനസ്സും ഉണ്ടെന്നാണ്. ഈ വലിയ മനസ്സാണ് നമുക്ക് അകവും പുറവും വേണ്ടുന്ന സാഹചര്യം ഒരുക്കി തരുന്നത്, വലിയ മനസ്സ്. ഈ ചെറിയ മനസ്സ് ലൗകികമായിട്ടുള്ള നമ്മുടെ മോഹങ്ങളും അന്വേഷണങ്ങളും ആശകളും സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം നടത്തുന്നത് ചെറിയ മനസ്സ്. നിങ്ങളുടെ ചിത്തം അചഞ്ചലമാണെങ്കിൽ, ആടാത്തത്, ചലിക്കാത്തത്, ചഞ്ചലം അല്ലെങ്കിൽ അചഞ്ചലമായ മനസ്സാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ചുറ്റുപാടിനെ പറ്റി വിലയിരുത്താൻ കഴിയും. അതല്ല, ആടിയിലെന്നൊരു മനസ്സാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ചുറ്റുപാടുകളെ പറ്റിയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ആ നിരീക്ഷണത്തിനിടയിലൂടെ ഒരു പൂച്ച കുറുകെ പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കി ഓടിയാൽ തന്നെ നിങ്ങളുടെ ചിന്തകൾ അവിടെ സ്റ്റക്കാവുകയും നിങ്ങൾ ആ പൂച്ചയെ പിന്തുടർന്നു പോകാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ, അത്തരം അന്വേഷണങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. അത്തരം അവസ്ഥയിൽ, അത്തരം ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ അന്വേഷണത്തിൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. ചലിച്ചു പോവും മനസ്സ്. ദൃഢമായിരിക്കണം മനസ്സ്. നോക്കൂ, നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഏവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിളായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കള്ളൻ, ഒരു മോഷ്ടാവ്, അയാൾ ഒരു മോഷണ വസ്തുവുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസുകാരനെ കണ്ടാൽ അവന് ഭയം വരുന്നു, അവന് ഓടുന്നു. പോലീസുകാരൻ ഇത് മനസ്സിലാകുന്ന പോലീസുകാരൻ ഇവരെ പിന്തുടർന്ന് പിറകെ ഓടുന്നു. പിടികൊടുക്കരുത് എന്ന ദൃഢനിശ്ചയവും ആ ദൃഢനിശ്ചയത്തെ അനുഗ്രഹം വേണമേ, കാത്ത് രക്ഷിക്കണമേ ദൈവമേ എന്ന പ്രാർത്ഥനയോടുകൂടിയ കള്ളൻ ഓടുന്നത്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നെ പിടിക്കപ്പെടരുതേ, നീ എന്നെ കാത്ത് രക്ഷിക്കണേ. അതവൻ ചെയ്ത അപരാധത്തിൽ നിന്ന് വരുന്ന, അവൻ്റെ ഒരു കുറ്റബോധത്തിൽ നിന്ന് വരുന്നതാണ് ആ പ്രാർത്ഥന. എന്നാൽ പോലീസുകാരനങ്ങനെ പ്രാർത്ഥിക്കാൻ സാധ്യത കാണുന്നില്ല. പോലീസുകാരന് പിന്നെ പിടിച്ചാൽ റിവാർഡോ അവാർഡോ ഒക്കെയാണ് പോലീസുകാരൻ പ്രതീക്ഷിക്കുന്നത്. പിടിച്ചില്ലെങ്കിൽ ഇവന് പ്രശ്നമൊന്നുമില്ല. പിടുത്തം കിട്ടിയില്ലെങ്കിൽ അത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൂ. എങ്കിലും ഒരു പേരും പെരുമയൊക്കെ ആഗ്രഹിക്കുന്ന പോലീസുകാരൻ മാക്സിമം ഇവനെ പിടിക്കാൻ വേണ്ടി ഓടും, കിട്ടണം എന്നുള്ളതിൽ. പക്ഷേ കള്ളൻ്റെ അത്ര ഒരു സമർപ്പണവും സറണ്ടറിങ്ങും ഒന്നും പോലീസുകാരന് വരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ.
മറ്റേയാൾ അങ്ങനെയല്ല, അപരാധിയാണ്. അപരാധത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് ഓടുക. ഇതിൽ വേറൊരു രസം എന്ന് വെച്ചാൽ ഈ ഓടുന്ന 2 പേരും ശ്വസിക്കുന്നുണ്ട്. കള്ളനും ശ്വസിക്കുന്നുണ്ട്, പോലീസുകാരനും ശ്വസിക്കുന്നുണ്ട്. ഒരു നിമിഷം വിടാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അവരെ സിരകളിലൂടെ രക്തചംക്രമണം നടക്കുന്നുണ്ട്. ഇവർ 2 പേരും ഇതിനെപ്പറ്റി ബോധവാന്മാരും അല്ല. അതവിടെ സംഭവിക്കുന്നുണ്ട്. ശ്വാസമുണ്ടോ, ശ്വസിക്കുന്നുണ്ടോ, രക്തചംക്രമണം ഉണ്ടോ, എനിക്ക് ഞരമ്പുകളുണ്ടോ, എനിക്ക് ഹൃദയമുണ്ടോ, ഇതൊന്നും ശ്വാസകോശമുണ്ടോ എന്നൊന്നും ഇവർ 2 പേരും ചിന്തിക്കുന്നില്ല. ഇവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് ഓടണമെങ്കിൽ ഈ ഉപകരണം വേണ്ടേ? ഈ ശരീരം എന്ന ഉപകരണം വേണമല്ലോ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്താൻ. ആ ശരീരത്തിനെ നിലനിർത്തണമെങ്കിൽ ശ്വാസം വേണ്ടേ? അതേപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളിലെ ജലം എന്ന അവസ്ഥയും ചൂട് എന്ന അവസ്ഥയും ശ്വസനം ചെയ്യാൻ വായു എന്ന അവസ്ഥയും ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം സ്വീകരിക്കുകയും വേണം, സ്വീകരിക്കാൻ അത് പുറത്തും വേണം, സ്വീകരിക്കാൻ വേണ്ടി ഉള്ളിൽ അതിന് വേണ്ട ഉപകരണങ്ങൾ വേണം, ഇവയെ സ്വീകരിക്കണം. ഇതെല്ലാം അകവും പുറവും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഇതകത്തും പുറത്തും ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. ആ സെറ്റപ്പിനെയാണ് ആത്മാവ്, ദൈവം എന്ന് പറയുന്നത്. അദ്ദേഹം കള്ളനും പോലീസിനും ഒരേപോലെ ലഭ്യനാണ്. 2 പേർക്കും ലഭിക്കും, പക്ഷഭേദമില്ല. അദ്ദേഹത്തിന് മുമ്പിൽ കള്ളനും പോലീസും ഒന്നും ഒരു പരിഗണന അവഗണനയില്ല. 2 പേർക്കും തുല്യനീതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആത്മാവിൻ്റെ അവസ്ഥ. ആത്മാവിൻ്റെ പക്ഷഭേദമില്ല. നല്ലവനെന്നോ കെട്ടവനെന്നോ ചീത്തയെന്നോ നല്ലതെന്നോ ഒന്നും അദ്ദേഹത്തിനില്ല. എല്ലാവർക്കും തുല്യനീതി അവിടെ ലഭിക്കുന്നു. അതാണ് പക്ഷഭേദമില്ലാത്ത ആ അവസ്ഥയാണ് ഈശ്വരൻ എന്ന അവസ്ഥ. ഈശ്വരന് മുമ്പിൽ നല്ലവനും കെട്ടവനുമില്ല. ഇതൊരു പിന്നെ അതുപോലെ തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ളതാണ് ഈ ശരീരം. താൽക്കാലികമായിട്ടുള്ള ഈ ശരീരത്തിൽ ശാശ്വതമായ സത്യം കുടികൊള്ളുന്നുണ്ട്. ഇതൊരു തരം കള്ള് കുടിച്ച അവസ്ഥയാണ്. കള്ള് അമിതമായി കഴിച്ച ഒരു വ്യക്തി അയാളുടെ വ്യക്തിത്വത്തെപ്പറ്റി ബോധവാനേ അല്ല. അയാൾ പലതരം അറിവില്ലായ്മകളും ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും കെട്ടിറങ്ങുമ്പോഴാണ് ഈ മനുഷ്യൻ ബോധവാനാകുന്നത്. അപ്പോൾ ഇയാൾക്ക് ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നും. അതുവരെ അദ്ദേഹം അതൊന്നും ചിന്തിക്കുന്നേയില്ല. ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ സൃഷ്ടിയായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിയിൽ ഇങ്ങനെ അനുഭവങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുമ്പോൾ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും, നമ്മൾ ഒരു മേശപ്പുറത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു സോപ്പ് കുമിള പോലെയാണ്. സോപ്പ് കുമിളയ്ക്കുള്ളിലും സ്പേസാണ്, സോപ്പ് കുമിളയ്ക്ക് പുറത്തും സ്പേസാണ്. ഈ സ്പേസിനെ വേർതിരിക്കുന്ന ഒരു നേരിയ പാടയാണ് ഈ കുമിളയായി മാറ്റിയിരിക്കുന്നത്. ഈ കുമിള നേരിയ ഒരു പാട കൊണ്ടും മാറ്റപ്പെട്ട് വേർതിരിച്ച് വെച്ച ഈ ചെറിയ കുമിള, ഈ കുമിളയ്ക്കകത്തിരുന്ന് ഈ കുമിള എന്താണ് വിചാരിക്കുന്നത്, ഞാനൊരു കുമിള, ഈ സ്പേസിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുമിള. സത്യത്തിൽ ഈ കുമിളയ്ക്കകത്തും പുറത്തും സ്പേസാണ്. അത് ഈ കുമിളയ്ക്കറിയില്ല. കുമിള ഞാൻ ഈ ഒരു കുമിളയാണ് എന്ന ബോധത്തിലാണ്. എങ്ങാനും ഒരു നിമിഷത്തിൽ ഈ കുമിള അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ അവിടെ സ്പേസ് മാത്രമാണ്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ ഈ വേലിക്കെട്ടുകളൊക്കെ തകർന്നു പോവും. നമ്മൾ ലോകമേ തറവാട് എന്ന അവസ്ഥയ്ക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ഈ നാനാത്വഭാവം പോയി ഏകത്വത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയും, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ദൈവമാണ്, നീയും അത് തന്നെ. അടുത്തതായിട്ട് മനസ്സിലാവും, ഈശാവാസ്യം ഇതം സർവം, ഈ കാണായതിലെല്ലാം ആ ഒരു ഈശ്വരനാണ് വസിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയും. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ നമ്മുടെ ഈ മായാഭ്രമങ്ങളെല്ലാം വിട്ടുമാറും, കൗതുകങ്ങളെല്ലാം വിട്ടുമാറും. അതുതന്നെയാണ് മുക്തി.
അതോടുകൂടി നമ്മൾ മുക്തരാകും. ഇതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ജയ് ഗുരുദേവ്.